അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും മാർച്ച് 1 മുതൽ 8 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭാഗവത ശ്രീ തണ്ണീർമുക്കം സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. 1-ാം തീയതി പുലർച്ചെ 5:30 ക്ഷേത്രം തന്ത്രി ഇടമനയില്ലത്ത ഈശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുക. മാർച്ച് 2 സപ്താഹയജ്ഞം ആരംഭിക്കും. യജ്ഞവേദിയിലും ക്ഷേത്രത്തിലും വിവിധ ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കും. 3-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് കോട്ടയം കുടമാളൂർ കഥകളി യോഗം അവതരിപ്പിക്കുന്ന മേജർ സെറ്റ് കഥകളി അരങ്ങേറും. 6-ാം തീയതി ബുധനാഴ്ച രാത്രി 8-ന് ചാക്യാർകൂത്ത് നടക്കും. 7-ാം തീയതി രാവിലെ 11-ന് മഴവിൽ മനോരമ ഫെയിം ദേവകി നന്ദൻ അവതരിപ്പിക്കുന്ന കുചേലോപഖ്യാനം, മാർച്ച് 8 ശിവരാത്രി നാളിൽ വൈകിട്ട് 7 മണി മുതൽ ദേവസേന ഭജൻസ് അവതരിപ്പിക്കുന്ന നാമസങ്കീർത്തനം, രാത്രി 9:30 കൊച്ചിൻ കാർണിവൽ ഓർക്കസ്ട്രയുടെ ഗാനമേള, രാത്രി 1:30 ശാസ്താംകോട്ട ആദി അവതരിപ്പിക്കുന്ന ഫോക്ക് മ്യൂസിക് ഫെസ്റ്റ്, പുലർച്ചെ 5:30 ബലിതർപ്പണം എന്നിങ്ങനെയാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടന്നു വരാറുള്ള ശിവരാത്രി മഹോത്സവം ഈ വർഷവും വളരെ ഭംഗിയോടുകൂടി തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് ഇവിടെ ഉത്സവം. പിന്നെ 2-ാം തീയതി ശനിയാഴ്ചയാണ് ഭാഗവതം ആരംഭിക്കുന്നത്. തണ്ണീർമുക്കം സന്തോഷ് കുമാറാണ് അതിൻ്റെ യജ്ഞാചാര്യൻ. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സപ്താഹം ആരംഭിക്കുന്നത്. അതിൽ 3-ാം തീയതി ഞായറാഴ്ച കുടമാളൂർ കഥകളി അവതരിപ്പിക്കുന്ന കഥകളി, അതുപോലെ 6-ാം തീയതി ചാക്യാർകൂത്ത്, നമുക്ക് പിന്നെ ശിവരാത്രി നാളിൽ ഹരിപ്പാട് ദേവസേനയുടെ നാമസങ്കീർത്തനം, വൈകിട്ട് 7 മണിക്ക് ആത്മാവിക പ്രഭാഷണമുണ്ട്. അതിനുശേഷം ഗാനമേള, കൊച്ചിൻ കാർണിവലിൻ്റെ ഗാനമേള, രാത്രി 1 മണിക്ക് തിരുവനന്തപുരം ശാസ്താംകോട്ട ആദിയുടെ നാടൻപാട്ട്, പിന്നെ വിശ്വാസക്കാർ, പിന്നെ കൈകൊട്ടിക്കളി, ഇങ്ങനത്തെ പരിപാടികൾ മുൻകാലങ്ങളിലൊക്കെ കൂടുതൽ 2 ദിവസത്തെ ഉത്സവം കൂടി പ്രാവശ്യം കൂടുതലാണ്. ആദ്യം എല്ലാ മുൻകാലങ്ങളിലൊക്കെ ശിവരാത്രി നാളിൽ മാത്രമേ ഉത്സവം ഉണ്ടായിരുന്നു, കലാപരിപാടി ഉണ്ടായിരുന്നു. ഈ വർഷം ഇടയ്ക്ക് ഒരു ദിവസം ചാക്യാർകൂത്തും, ഒരു ദിവസം കഥകളി, അങ്ങനെ വിശേഷ പരിപാടികൾ കൂടുതൽ. എല്ലാ ദിവസവും അന്നദാന മണ്ഡപത്തിൽ മഹാപ്രസാദമൂട്ടും നടക്കും. എല്ലാ വർഷത്തെയും പോലെ വിപുലമായ രീതിയിലുള്ള ഉത്സവ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ഷാച്ചി കന്നിലേത്ത്, സെക്രട്ടറി MS പ്രശാന്ത്, TK രാജു, MG സുകുമാരൻ, ഗോപിനാഥ പിള്ള, സുരേന്ദ്രൻ പിള്ള, ശ്യാം S ആചാരി, ജയൻ വാളിപ്ലാക്കൽ എന്നിവർ പങ്കെടുത്തു.